നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐബ്രോസ് നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് വളരാനും ഐബ്രോസ് കുറവുള്ളവർക്കൊക്കെ അതിൻ്റെ ഗ്രോത്ത് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഇത് എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പൊക്കെ അല്ലെങ്കിൽ വേണ്ട പറഞ്ഞുകൊണ്ട് പറയാം, അല്ലെങ്കിൽ വീഡിയോ ലാഗ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഫസ്റ്റ് സാധനം ഇതാണ് കാസ്റ്റർ ഓയിൽ. ഇതിപ്പോൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെയുള്ളൊരു ബോട്ടിൽ കിട്ടും, ഇങ്ങനൊരു കുഞ്ഞ് ബോട്ടിൽ കിട്ടും കേട്ടോ, അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാസ്റ്റർ ഓയിൽ എടുക്കാം. പിന്നെ എടുക്കുന്നത് ഒരു ചുവന്നുള്ളിയാണ് കേട്ടോ. ഞാനൊരു ഇത്രയും ഒരു വലിപ്പമുള്ളൊരു ചുവന്നുള്ളിയാണ്, ഇത്രയും വലിപ്പമുള്ളൊരു ചുവന്നുള്ളിയാണ് എടുക്കാറ്. ഇങ്ങനെ രണ്ട് ഉള്ളൊരു ചുവന്നുള്ളി എടുക്കും. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കും. ജ്യൂസ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ജ്യൂസ് എടുത്ത് പിന്നെ ജ്യൂസ് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ ജ്യൂസിലേക്ക് ഈ ഒരു അടപ്പ് കാസ്റ്റർ ഓയിലാണ് എടുക്കാറ് കേട്ടോ. അതായത് ഉള്ളിയുടെ നീര് തന്നെ അധികം നിൽക്കണം. എന്നിട്ട് ഈ ഒരു അടപ്പ് കാസ്റ്റർ ഓയിൽ എടുക്കുക. ഈ ഒരു അടപ്പ് നിറച്ചെടുക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ഇത്ര ഒന്നും ഉണ്ടാക്കണില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറയാം ഒരു 2 വീക്സ് ഇത് യൂസ് ചെയ്യാവുന്ന ഉള്ളതുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് ഞാൻ ഇത്ര ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. ടിപ്പ് വെച്ചിട്ട് 2 ഐബ്രോയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അത്രയ്ക്ക് തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ധാരാളം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഞാനിത് എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ ഫ്രീസറിൻ്റെ താഴത്തുള്ള ഇതില്ലേ അതിലേക്ക് വെക്കും. അതിലേക്ക് വെച്ചൊരു 1 hour കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിക്കാവും. ഈ സംഭവം കുറച്ചും കൂടി തിക്കാവും. ഇതിപ്പോൾ ഒരു വെള്ളം പോലെ കൺസിസ്റ്റൻസിയിലല്ലേ ഇരിക്കണേ. ഇത് നന്നായിട്ട് തിക്കാവും. നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണ ഒന്ന് കുറച്ചും കൂടി തിക്കാവുമ്പോൾ നമുക്കിത് എടുത്ത് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി സുഖമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. പിന്നെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ പറയാം, ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക, ഞാനിത് ഉണ്ടാക്കിയിട്ട് അതായത് ഐബ്രോസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇതിപ്പോൾ ഒരു 3ാമത്തെ വട്ടമായിട്ട് ഉണ്ടാക്കണം. ആദ്യം അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ദിവസം തേച്ചപ്പോൾ ഒരു 3-4-5 ദിവസമൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐബ്രോയും ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവണേ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിന്. പക്ഷെ നമുക്ക് ഐബ്രോ വളരണമല്ലോ. എന്നിട്ട് ഇത് എന്താ പറഞ്ഞാൽ എന്തൊരു സ്മെല്ലാണ് ഇതെന്ന് വെച്ചിട്ട് ഒന്നാമത് അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുക, എന്നതിന് ശേഷം കിടക്കുക. ഇത് കണ്ടോ, ഇത്ര അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് 2 ഐബ്രോയിൽ നല്ലോണം ഇങ്ങനെ തിക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് വലിയ ഐബ്രോ ഗ്രോത്ത് ഒന്നും ഉണ്ടായി എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നാമത് ഇതിൻ്റെ സ്മെല്ലും സഹിക്കണം, എന്നാൽ ഇത് നിർത്തിയേക്കാം. എന്നാൽ പിന്നെ നിർത്താം, ഇതിന് വളരുന്നൊന്നുമില്ല, നോക്കിയിട്ട് ഒരു വളർച്ചയും കാണുന്നില്ല, ഇനി ഇല്ലെന്നും പറഞ്ഞ് നിർത്താൻ പോയതാണ്. പിന്നെ ഓക്കെ, ഇത് എന്തായാലും ഉണ്ടാക്കി, ഇത് തീരുന്ന വരെയെങ്കിലും അപ്ലൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്താൽ അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അത് ഇന്നെടുത്ത ഫോട്ടോയാണ്. അത് ഐബ്രോസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നെടുത്ത ഫോട്ടോയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ വളരുവാണെങ്കിൽ പിക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് എടുത്തതല്ല, നേരത്തെ എടുത്ത പിക്കാണ്. അതിൽ അത്യാവശ്യം ഐബ്രോസ് ഇല്ല നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഇത് അങ്ങനെ ചലഞ്ച് ചെയ്ത് നിർത്തി ലാസ്റ്റ് എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഇതൊന്ന് തീർത്തേക്കാന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തു. നല്ല മാറ്റമുണ്ട്. നിങ്ങളുടെ ഐബ്രോസ് കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്ലൈ ചെയ്ത് രാത്രി കിടക്കുക, നേരം വെളുക്കുമ്പോൾ കഴിക്കളയാം. ഒരു സ്മെല്ലുണ്ടാവും, അത് നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല ഐബ്രോ വേണ്ടേ, ഇച്ചിരി സ്മെല്ല് സഹിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു റെമഡിയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. പക്ഷേ പലർക്കും പല രീതിയിലാണ് റിസൾട്ട് കിട്ടുന്നത്. ചിലർക്ക് കുറച്ച് നാൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും, ചിലർക്ക് അത് കുറച്ച് ടൈം തന്നെ എടുക്കും. അപ്പോൾ അങ്ങനെ കാണിച്ച് തന്നതാണ് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഇട്ട് പോയതാണ്.
എന്നാൽ ഒന്ന് ട്രൈ ചെയ്താക്കാന്ന് വിചാരിച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ തോറ്റു മടങ്ങരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് അങ്ങോട്ട് മാറി കിട്ടും, ഇത് അപ്ലൈ ചെയ്യാനുള്ള. നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു 2 വീക്സ് പ്ലസ് ഇരിക്കും. നമുക്കൊരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് ഈ 2 ഐബ്രോയിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള അത്രയും മതി, വളരെ കുറച്ച് തന്നെ മതി. കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും കാസ്റ്റർ ഓയിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.